ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മഹീന്ദ്ര ഇപ്പോൾ അവരുടെ പുതിയ താർ റോക്സ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ 4 വീൽ ഡ്രൈവ് വേരിയൻസ് ഒഴികെ ബാക്കി വേരിയൻസിൻ്റെ പ്രൈസിങ് പറഞ്ഞു. അങ്ങനെ മിക്ക കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടി നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യണം. ടെസ്റ്റ് ഡ്രൈവ് കിട്ടണമെങ്കിൽ സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് മീഡിയ ഡ്രൈവ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പം സാധാരണ ആൾക്കാർക്ക് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയാണ്, അതായത് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ആദ്യത്തെ നമുക്ക് പ്രോസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോ ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഈ പുതിയ ഡിസൈനാണ്. അതിപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല, പ്രത്യേകിച്ച് ചില എലമെൻറ്റ്സ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് 3 ഡോർ താറിനെയൊക്കെ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു വാഹനമാണ്. ആൻഡ് പെട്ടെന്ന് ആര് നോക്കിയാലും ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈനാണ്. അതായത് നമ്മൾ ഇതുകൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും 4 പേര് നോക്കും. കാരണം വണ്ടി 5 ഡോറാണ്, ഓൾമോസ്റ്റ് റാംഗ്ലർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ സൈസും നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജിമ്നിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജിമ്നി സബ് 4 മീറ്ററിലാണ് നിൽക്കുന്നത്. ഇതിന് 4.4 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് ഉണ്ട്. ഇനി അടുത്ത ഒരു വലിയ പ്രോ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഓഫ് റോഡ് വാഹനത്തിൽ കിട്ടുന്ന ഫീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി വളരെയധികം മുന്നിലാണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ 3 ഡോർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഫീച്ചർ ലോഡറാണിത്. അതുപോലെ തന്നെ ജിമ്നി, ഗുർഖ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ടെന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 10.25 ഇഞ്ച് വരുന്ന സൈസുള്ള സ്ക്രീൻസ് ഉണ്ട്. അതുപോലെ അഡ്വാൻസ് ഡ്രൈവ് അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ AC ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, വയർലെസ് ഫോൺ ചാർജിങ് ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, 360 ക്യാമറ ഉണ്ട്, പിന്നെന്താ പറയുക ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, പാനോറാമിക് സൺറൂഫ് ഉണ്ട്, ബാക്കിൽ AC വെൻസ് ഉണ്ട്. ഇങ്ങനെ എനിക്ക് പറഞ്ഞുകൊണ്ടേ വേണമെങ്കിൽ ഇരിക്കാം. 19 ഇഞ്ച് അലോയ് വീൽസ്, ഓൾട്ടർനേറ്റ് ടയേഴ്സ് നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. LED ഹെഡ് ലാംപ്സ് ഉണ്ട്, LED DRLs ഉണ്ട്, LED ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, ബാക്കിൽ LED സീറ്റ് ഷേപ്പ് ടെയിൽ ലാംപ്സ് ഉണ്ട്. ഓക്കെ, മതിയല്ലേ, ഞാൻ കുറേ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന്. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റും ഉണ്ട് കേട്ടോ. ഇനിയിപ്പം എന്തായാലും കുറച്ചായിട്ട് വിട്ടുപോകണ്ടല്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുന്നത്. ഈ സെഗ്മെൻറ്റിലുള്ള മിക്ക വണ്ടികൾക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊന്നും ഇല്ല. വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോ വരുന്നത് ഈ വാഹനത്തിൻ്റെ സ്പേസ് ആണ്. 3 ഡോർ താറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് മര്യാദയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ആ സംഭവം ഈ വണ്ടിക്കകത്ത് എന്തായാലും അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കാരണം ബാക്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് അവൈലബിൾ ആണ്, ബെറ്റർ കംഫർട്ട് അവൈലബിൾ ആണ്. 3 പേർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇരിക്കാം. അതിനുവേണ്ടി 3 ഹെഡ് റെസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. 3 ഡോർ താറിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ആ ഇരിക്കുന്ന 2 പേരിനെ കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു അഡീഷണൽ ഡോർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. വേറൊരു കാര്യം അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ആണ്. 3 ഡോർ താറിൽ ബൂട്ട് സ്പേസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ 4 പേരെ വെച്ച് എവിടെയെങ്കിലും ലോങ് പോവുകയാണെങ്കിൽ തന്നെ ബൂട്ട് സ്പേസ് നമുക്ക് മതിയാവാതെ വരും. ഈ വണ്ടിയിൽ പക്ഷേ മൊത്തത്തിലുള്ള ഏരിയ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 644 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് അവർ പറയുന്നുണ്ട്. ഇനി അതല്ല നമ്മൾ ജസ്റ്റ് താഴത്തെ, അതായത് പാർസൽ ട്രീക്ക് മുകളിലുള്ള നോക്കാണ്ടിരിക്കുകയാണെങ്കിൽ 447 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് പാർസൽ ട്രീ ഇല്ല. ഞാൻ ഉദ്ദേശിച്ച മൊത്തമായിട്ടുള്ള ബാക്കിലത്തെ ഏരിയ കവർ ചെയ്യുമ്പോൾ ഉള്ള ബൂട്ട് സ്പേസ് ആണ്. ഇനി അടുത്ത പ്രോ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഇംപ്രൂവ് ഡ്രൈവിംഗ് ഡൈനാമിക്സും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഫീൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗുർഖയുണ്ട്, ജിമ്നി ഉണ്ട്. ഈ 2 വാഹനങ്ങളുടെയും സ്റ്റിയറിംഗ് ഒന്നും ഭയങ്കര ആക്യുറേറ്റ് അല്ല. അതുപോലെ നമുക്ക് ഗുർഖയിലാണെങ്കിൽ സ്റ്റിയറിംഗ് വല്ലാണ്ട് കിക്ക് ബാക്ക് ചെയ്യും. ജിമ്നിയിലാണെങ്കിൽ ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ഭയങ്കര വേഗമാണ്, ഭയങ്കര പ്ലേയുമാണ്. മാത്രമല്ല അതിൻ്റെ സൈഡ് ടു സൈഡ് റൊട്ടേഷൻ വരുന്ന 4 ടേൺസ് ആണ്. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും ജിമ്നിയിലും സംഭവം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്, പക്ഷേ അതിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് മെക്കാനിസം വ്യത്യാസമുണ്ട്. അതായത് റീസർക്കുലേറ്റിംഗ് ബോൾ ജോയിൻറ്റ് മെക്കാനിക്സ് ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താറിൽ സാധാരണ റാക്ക് ആൻഡ് പിനിയൻ ആണ്, ഗുർഖയിൽ പിന്നെ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് അതിന് ഭയങ്കര വെയിറ്റ് ആണ്. ജിമ്നിയിലും അത്യാവശ്യം വെയിറ്റുള്ള സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് വരുന്ന ജിമ്നിയുടെ സ്റ്റിയറിംഗ് വീലായിരിക്കും. കാരണം അത് അതിന് വേണ്ടി തന്നെയുള്ള സ്റ്റിയറിംഗ് വീലാണ്. താറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ആൻഡ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് സ്കോർപ്പിയോ തന്നെ അതുപോലെ XUV 700 അങ്ങനത്തെ വാഹനങ്ങളൊക്കെ കണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മളിപ്പോൾ ടൗണിൽ കൂടെ ഒക്കെ കൊണ്ടു നടക്കുകയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈവൻ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി, കോർണറിംഗ് കേപ്പബിലിറ്റി ഇതൊക്കെ നോക്കുകയാണെങ്കിലും പഴയ വണ്ടി വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് പഴയ വണ്ടി വെച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും സ്കോർപ്പിയോ N ബേസ്ഡ് ആയിട്ടുള്ള വാഹനമാണ്. സ്കോർപ്പിയോ Nൻ്റെ 3rd ജനറേഷൻ പ്ലാറ്റ്ഫോം ആയിരുന്നു. അതിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് 4th ജനറേഷൻ ലാഡർ ഫ്രെയിം ആർക്കിടെക്ചറിലാണ് ഇവർ ഈ താർ റോക്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഒക്കെ ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിലും സ്കോർപ്പിയോ Nൽ വരുന്ന പോലെ ഫ്രീക്വൻസി സെലക്ടഡ് ഡാമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. രണ്ടും ടർബോ ചാർജ് 4 സിലിണ്ടർ എഞ്ചിൻസ് ആണ്. ആൻഡ് 2.2 ഡീസൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത എഫിഷ്യൻസി അത് തരുന്നുണ്ട്. പിന്നെ പവർ ആണെങ്കിലും ബേസിക് പവർ വരുന്നത് 152 PS 330 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ്. മാക്സിമം പവർ 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി മാത്രം കിട്ടുന്നതാണ് 175 bhp, അതുപോലെ 370 ന്യൂട്ടൺ മീറ്റേഴ്സ്. അത് അത്യാവശ്യം നല്ല പവർ ഫിഗേഴ്സ് ആണ് ഓൺ പേപ്പർ. പക്ഷേ റിയൽ ലൈഫിൽ 0 ടു 100 കുറച്ച് ടൈം എടുക്കും, 13-14 സെക്കൻഡ്സ് എടുക്കും.
കാരണം ഈ വണ്ടിക്ക് വെയിറ്റ് 3 ഡോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ട്, വലിയ വണ്ടിയാണല്ലോ. പിന്നെ പവർ അതിനനുസരിച്ച് അവർ കൂട്ടിയിട്ടുണ്ടെങ്കിലും എന്തോ നമുക്ക് ആ ഒരു 0 to 100 ആക്സലറേഷനൊക്കെ ഇത്തിരി സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. എന്നാലും റിയൽ ലൈഫിൽ റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് പവറിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ നമ്മളങ്ങനെ കുറ്റം പറയില്ല. പിന്നെ പെട്രോൾ എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 ലിറ്റർ എംസ്റ്റാലിൻ പെട്രോൾ എഞ്ചിൻ ബേസിക് പവർ 162 PS അതുപോലെ 330 Nm ടോർക്കാണ്. പക്ഷേ മാക്സിമം പവർ 177 PS 380 Nm ടോർക്കാണ്. അത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഈവൻ നമുക്ക് 2 വണ്ടികളിലാണ്, അതായത് 2 എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കൂടെ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് അക്കാര്യത്തിലും കുഴപ്പമില്ല, കൺവീനിയൻസും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കാര്യം ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. നമ്മൾ 3 ഡോർ താർ എടുക്കുകയാണെങ്കിൽ അതൊരു ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് എങ്ങനെയാണോ ഉണ്ടാവുക അങ്ങനത്തെ ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. ഈ വണ്ടിയിൽ പക്ഷേ ഇവർ കുറച്ചും കൂടെ ഫാമിലി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കാറായിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ നമുക്ക് വളരെ പ്രീമിയം ആയിട്ടാണ് കിട്ടുന്നത്. ഡാഷ്ബോർഡിൽ ഇഷ്ടംപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഉണ്ട്. പ്രത്യേകിച്ച് ടോപ്പിൽ വരുന്ന ബ്ലാക്ക് പോർഷൻ കംപ്ലീറ്റ്ലി ഡബിൾ സ്റ്റിച്ചിങ് ഒക്കെയുള്ള ലെതർ മെറ്റീരിയൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡ്സിന് മുകളിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡോറിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ലെതർ മെറ്റീരിയൽസ് ബ്ലാക്ക് പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് സോഫ്റ്റ് ടച്ച് ഉണ്ട്. ഇനി അടുത്ത പ്ലസ് പോയിന്റ് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയാണ്. നമുക്ക് ഇതിനകത്ത് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. താറിൻ്റെ 3 ഡോറിനകത്ത് ഇപ്പോഴും 2 എയർ ബാഗ്സ് തന്നെ ഉള്ളൂ. പിന്നെ അതല്ലാണ്ട് ABS CBD ഒക്കെ ഒബ്വിയസ്ലി ഉണ്ട്. പിന്നെ ADAS നേരത്തെ പറഞ്ഞ പോലെ അവൈലബിൾ ആണ്. പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ESP ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസൻ കൺട്രോൾ, ഇതൊക്കെ നമുക്ക് ബേസ് മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റിയിലാണ്. 3 ഡോർ താർ ഷോർട്ട് വീൽ ബേസ് ആയതുകൊണ്ട് അത് ഭയങ്കര ബൗൺസി ആയിരുന്നു. ഈ വണ്ടി പക്ഷേ സ്കോർപ്പിയൻ ബേസ്ഡ് ആയതുകൊണ്ടും ലോങ് വീൽ ബേസ് ആയതുകൊണ്ടും അത്രയധികം ബൗൺസി അല്ല. മാത്രമല്ല നമ്മൾ ഓവറോൾ റോഡ് മാനേഴ്സും അതുപോലെ ഗട്ടറിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഫീലും അതൊക്കെ നോക്കുകയാണെങ്കിൽ റൈഡ് ക്വാളിറ്റി അത്യാവശ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒരു പ്രോ ആയിട്ടും പറയാം, ഒരു കോൺ ആയിട്ടും പറയാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് വേരിയൻസ് ഒക്കെ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് അവർ അതിൻ്റെ പ്രൈസിങ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻട്രൊഡക്ടറി പ്രൈസിങ് ആണ്. നിങ്ങളിപ്പം ബേസ് മോഡലൊക്കെ ബുക്ക് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പോഴേക്കും 1 ലക്ഷം രൂപയെങ്കിലും ബേസ് മോഡലിൻ്റെ പ്രൈസ് കൂടി കാണും. പക്ഷേ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പ്രൈസിങ് പറയുകയാണെങ്കിൽ 12.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മാക്സിമം പ്രൈസ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് റിയർ വീൽ ഡ്രൈവിൻ്റെ ആണ്. ഏറ്റവും ടോപ്പ് ആൻഡ് AX7L വരുന്ന 20.49 lakhs ആണ്. ഇതൊക്കെ എക്സ്ഷോറൂം പ്രൈസസ് ആണ് കേട്ടോ. പിന്നെ പുറത്ത് വിടാത്തത് 4 വീൽ ഡ്രൈവ് വേരിയൻസിൻ്റെ പ്രൈസിങ് ആണ്. അതെടുത്ത കുറച്ച് കാലത്തിനുള്ളിൽ പുറത്ത് വിടുമായിരിക്കും. കാരണം വണ്ടി ഇറങ്ങാൻ ഇനിയും 1 മാസം ടൈം ഉണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് പുറത്തോട്ടാൽ മതി. ഇതിലിപ്പോൾ ഡീറ്റെയിൽഡ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം ഏതൊക്കെ വേരിയൻസിന് എങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നതാണ്. ഞാൻ ഒരുപാട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഇഷ്ടംപോലെ വീഡിയോസ് ഓൾറെഡി ഇതിൻ്റെ പ്രൈസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ കോൺസിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് താർ റോക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു വാഹനം, ഭയങ്കര ഹൈപ്പായിരുന്നു ഈ വാഹനത്തിന്. സോ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വലിയ കോണായിട്ട് പറയാൻ പറ്റുന്ന ഡിസൈൻ ഞാൻ ഒരു നല്ല പോയിൻ്റായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരുന്നത് ഇതിൻ്റെ സി പില്ലറിൻ്റെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഡിസൈനാണ്. അത് കുറച്ച് കേർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അവർ കുറച്ച് സ്ലാൻഡിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മിക്ക ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടതിലൊരു 70 to 80% ആൾക്കാർക്കും ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി ഞാൻ അത്ര വലിയ ഫാനും അല്ല ഡിസൈനിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് അവർക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ഫ്ലാറ്റായിട്ട് വെക്കായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീപ്പ് കൊണ്ട് കേസ് കൊടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. കാരണം റാംഗ്ലറിൻ്റെ കോപ്പി അടിച്ചെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാമല്ലോ. അതാണ് സംഭവം. എന്തായാലും അതൊരു ചെറിയ പ്രശ്നമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് സംഭവം കാണാൻ നല്ല രസമൊക്കെയാണ്. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് വരുമ്പോൾ നല്ല ഒരു എയറി ഫീലുള്ള ക്യാബിനൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇതുകൊണ്ട് ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ചെളിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ 3 ഡോർ താർ പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ ഒക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ഇൻറ്റീരിയേഴ്സ് അല്ല. 3 ഡോറിൻ്റെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആയിരുന്നല്ലോ. ഇത് പക്ഷേ ഇപ്പോൾ ഒരു ഡോർ പാഡ്സിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ച് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡ്യുവൽ ടോൺ ഓർ ബേജ് ഇൻറ്റീരിയേഴ്സ് അത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എഗെയിൻ എത്ര പേര് ഓഫ് റോഡ് പോകുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. വണ്ടി എടുക്കുന്ന 95% ആൾക്കാർ ഓഫ് റോഡ് പോകില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. സ്റ്റിൽ നമുക്കൊരു ചെറിയ കോണായിട്ട് പറയുമ്പോൾ ഇത് പറയണമല്ലോ. അതുപോലെ തന്നെ പറയാവുന്ന വേറൊരു കോണാണ് ഇതിൻ്റെ അകത്ത് 4x4 വേരിയൻസ് ലാക്ക് ചെയ്യുന്ന കാര്യം. ഞാൻ പ്രൈസിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. ജസ്റ്റ് 3 വേരിയൻസിലാണ് നമുക്ക് 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉള്ളത്. അതായത് MX5, AX5L അതുപോലെ തന്നെ AX7L. അതും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാ വേരിയൻസിലും 4 വീൽ ഡ്രൈവ് കിട്ടുന്നില്ല. ഇപ്രാവശ്യം ഡീസലിന് മാത്രമാണ് അവർ 4x4ൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ MX5 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡീസൽ മാനുവൽ 4 വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. AX5L എടുക്കുകയാണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ്. AX7Lലാണ് നമുക്ക് അങ്ങനെ എല്ലാ ഓപ്ഷൻസും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 വീൽ ഡ്രൈവ് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ഓപ്ഷൻസും കിട്ടണമെങ്കിൽ ടോപ്പ് എൻഡിൽ മാത്രം ലിമിറ്റഡ് ആണ് എന്ന് പറയേണ്ടി വരും. ബാക്കി വേരിയൻസിൽ ഇല്ല എന്നല്ല, പക്ഷേ നമുക്കിപ്പം ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് MX5 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ ബേസിക്കലി അവർ ഈ വാഹനം ഭയങ്കര കേപ്പബിലിറ്റി റിലേറ്റഡ് ആയിട്ട്, അതായത്
ഓഫ് റോഡ് സെൻട്രിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടിയല്ല. എന്ന് വെച്ചാൽ കേപ്പബിലിറ്റി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, കേപ്പബിൾ ആണ് വണ്ടി. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ SUV പോലെയാണല്ലോ അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അതാണ് കാര്യം. പിന്നെ വേറൊരു പ്രശ്നം ഈ വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിനാണ്. കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ടും ടർബോ ചാർജ്ഡ് ആയതുകൊണ്ടും ഒക്കെ തന്നെ പിന്നെ ഈ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് മൈലേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഒട്ടും എക്സ്പെക്ട് ചെയ്യരുത്. 6.5 to 10 വരെയൊക്കെയാണ് ഇതിന് മാക്സിമം നമുക്ക് കിട്ടാവുന്ന ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി. അതിപ്പോൾ നിങ്ങൾ ടൗണിലൊക്കെയാണ് ഡെയിലി ഓടുന്നതെങ്കിൽ നമുക്ക് എന്തായാലും സിംഗിൾ ഡിജിറ്റ് കിട്ടുള്ളൂ. പിന്നെ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഡബിൾ ഡിജിറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ കേസ്. ഡീസൽ പക്ഷേ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ഇത്രയാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് കോൺസ് പറയാൻ പറ്റുന്നത്. എന്തായാലും കോൺസ് പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഈ വണ്ടി ഒരു മോശം വണ്ടിയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം പ്രോസ് ചെയ്യാൻ ഇതിനകത്ത് 10 എണ്ണമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ കോൺസ് 5 എണ്ണമാണ്. എന്ന് വെച്ചാൽ കോൺസിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ പ്രോസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു മോശം വാഹനമാണെന്ന് പറയാൻ പറ്റില്ല. ഇൻഫാക്ട് മഹീന്ദ്ര ഈ അടുത്ത കാലത്ത് ഇറക്കിയതിൽ വെച്ച് വളരെ നല്ലൊരു വാഹനമാണിത് എന്ന് പറയാം. ശരിക്കും കഴിഞ്ഞ വർഷം ഇറങ്ങാനിരുന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞ വർഷം ഇറക്കാണ്ട് മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയാണ് അവർ ഈ വർഷം ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2023 മഹീന്ദ്രയ്ക്ക് അങ്ങനെ ഒരു വലിയ മേജർ ലോഞ്ചൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഗൈസ്, ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻസിൽ പറയാം. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.